ഖാജ സയ്യിദ് ഉമർ അലി താജുദ്ദീൻ പാപ്പയുടെ മക്കാമിലേക്കാണ് ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത്. അനങ്ങൻമലയുടെ താഴെയാണ് ഈ ഒരു മക്കാമ് സ്ഥിതി ചെയ്യുന്നത്. ബഹുമാനപ്പെട്ട അമ്പംകുന്ന് വീരാനോലിയ പാപ്പ ഇരുന്നിരുന്ന അനങ്ങൻമലയാണ് നിങ്ങൾക്ക് ദൂരെ കാണാം. അതുപോലെ തന്നെയാണ് ഇവിടെ ഈ ഒരു പാറ നിങ്ങൾ കണ്ടില്ലേ, അവിടെ വീരാനോലിയ പാപ്പ കിടക്കാറുണ്ടായിരുന്നു. വന്നിട്ട് ഈ മക്കാമിലേക്ക് കടന്നു വരുമ്പോൾ ഇവിടെ കിടക്കാറുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് ബഹുമാനപ്പെട്ട ഖാജ സയ്യിദ് ഉമർ അലി താജുദ്ദീൻ പാപ്പയുടെ മക്കാമാണത്. ബഹുമാനപ്പെട്ട കാക്കുപ്പ ഇവിടുത്തെ ഹിദ്മത്ത് എടുത്തിരുന്ന ഒരു വലിയൊരു മഹാനായിരുന്നു ബഹുമാനപ്പെട്ട കാക്കുപ്പ. അതുപോലെ തന്നെ ചുറ്റും ഒരുപാട് മക്കാമുകളുണ്ട്. അതുപോലെ തന്നെയാണ് ബഹുമാനപ്പെട്ട ഒരു ഹാജ തങ്ങൾ, അജ്മീർ ഹാജ തങ്ങളുടെ പേരക്കുട്ടിയാണ്. ബഹുമാനപ്പെട്ടവരുടെ ഒരു മുരീദും കൂടിയാണ് ഇവിടെ മറവ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഞാനിവിടേക്ക് വരാറുണ്ട്. നമ്മളുടെ ആഗ്രഹങ്ങളൊക്കെ സഫലീകരിക്കപ്പെട്ടിട്ടുണ്ട്. മനസ്സറിഞ്ഞ് നമ്മൾ ഇവിടുന്ന് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ഈ മഹാന്മാരെ മുൻനിർത്തി ചോദിച്ചാൽ തീർച്ചയായും അതിന് ഉത്തരം കിട്ടുന്നുണ്ട് എന്നുള്ളത് എനിക്ക് തന്നെ ഇവിടുന്ന് ഒരുപാട് മനസ്സിലായിട്ടുണ്ട്, എനിക്ക് കിട്ടിയിട്ടുമുണ്ട്. അങ്ങനെ ഇവിടുന്ന് കുറച്ച് പോയാൽ പനമണ്ണ എന്ന് പറയുന്ന അവിടെ ഒരു സ്ഥലത്താണ് ബഹുമാനപ്പെട്ട വീരാനോലിയ പാപ്പ മഹാനവറുകളുടെ പത്തായം സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ തൊട്ട് പുറകിലാണ് അനങ്ങൻമല. ഈ അനങ്ങൻമലയിൽ ആയിരുന്നു വീരാനോലിയ പാപ്പ ഇബാദത്തുകൾ ചെയ്തത്. ഇതാണ് കാക്കുപ്പാൻ്റെ മക്കാമ്. അതുപോലെ തന്നെ ഇവിടെ ഒരു ഉമ്മാൻ്റെ മക്കാമുണ്ട്. അപ്പോൾ ബഹുമാനപ്പെട്ട അമ്പംകുന്ന് വീരാനോലിയ പാപ്പ ഇവിടേക്ക് വരികയും അതുപോലെ തന്നെ ഈ ഒരു ജനങ്ങളുടെയൊക്കെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചിരുന്നു. പനമണ്ണ കോതകുറിശി ഈ ഭാഗങ്ങളിലൊക്കെ മഹാനവറുകൾ വന്നിട്ടുണ്ട്. ഈ മക്കാമിനോട് ചേർന്ന് ഒരു പള്ളിയുണ്ട് കേട്ടോ. ഇത് നമസ്കരിക്കാൻ കയറി വരുന്നവർക്ക് നമസ്കരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ പള്ളിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു ചെറിയൊരു പള്ളിയാണ്. അപ്പോൾ ഇതാണ് അനങ്ങൻമല. ഇവിടെയായിരുന്നു ബഹുമാനപ്പെട്ട അമ്പംകുന്ന് വീരാനോലിയ പാപ്പ ഇബാദത്തുകൾ ചെയ്തിരുന്നത് എന്ന് പറയപ്പെടുന്നു. മഹാനവറുകൾ അതിവേഗത്തിൽ കയറുകയും അതിവേഗത്തിൽ ഇറങ്ങുകയും ഒക്കെ കണ്ട ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ആഗ്രഹങ്ങൾ എന്താവശ്യമാണോ ഇവിടെ ഈ മഹാന്മാരെ മുൻനിർത്തി പറഞ്ഞ് അത് സഫലീകരിക്കപ്പെടും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. കാരണം നമുക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ടായിട്ടുള്ള ഒരു മക്കാമാണ്. ഇവിടെ ഈ ഒരു മക്കാമിലേക്ക് അതായത് ഇവിടുത്തെ ഉറൂസിന് നമ്മുടെ ഭക്ഷണ വിതരണം നടത്തുന്ന സമയത്ത് വെജിറ്റബിളായിട്ടുള്ള ഭക്ഷണമാണ് ഇവിടെ കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവരും ആത്മാർത്ഥമായി എനിക്കും കുടുംബത്തിനും വേണ്ടി ദുആ ചെയ്യുക. അസ്സലാമു അലൈക്കും.